ചില നടന്മാർ അഭിനയിച്ച കഥാപാത്രങ്ങൾ അറമ്പറ്റുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ ആവർത്തിക്കാറുണ്ട്. ചില നടന്മാരുടെ ആദ്യ ചിത്രങ്ങൾ പോലും അവരുടെ വരവിനെ സൂചിപ്പിക്കുന്നതായി തോന്നാറുമുണ്ട്. മമ്മൂട്ടിയുടെ ആദ്യ ചിത്രം അനുഭവങ്ങൾ പാളിച്ചകൾ ആയിരുന്നു. ചിത്രത്തിൽ അഭിനയിക്കുന്ന സമയം സിനിമയുമായി വിദൂര ബന്ധം പോലുമില്ലാത്ത മമ്മൂട്ടി ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന തീവ്രപ്രകാശമുള്ള ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കണ്ണുകൾ ഇറുക്കിയടച്ചു പോവുകയും സംവിധായകൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിൽ പിഴവുകൾ വരുത്തുകയും ചെയ്തു. മമ്മൂട്ടിയുടെ അനുഭവങ്ങളും പാളിച്ചകളും ആ സിനിമയുടെ പേരിലും ഉണ്ട്. പിന്നീട് സിനിമയിൽ അഭിനയിക്കാൻ അവസരങ്ങൾ തേടി വിചിത്രമായ ഒരു പരസ്യവും മമ്മൂട്ടി നൽകി. കോളേജിൽ ബെസ്റ്റ് ആക്ടറായിരുന്ന അകാരഭംഗിയുള്ള യുവാവ് സിനിമയിൽ അവസരങ്ങൾ തേടുന്നു എന്ന രീതിയിൽ തൻ്റെ ഫുൾ സ്കാപ്പ് ചിത്രം വെച്ച് അയാൾ ഒരു പരസ്യം ചെയ്തു. അക്കാലത്താണ് സ്വപ്നങ്ങൾ വിൽക്കാനുണ്ട് എന്ന സിനിമയിൽ മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനു മുൻപ് പത്രങ്ങളിൽ അദ്ദേഹം കൊടുത്ത പരസ്യത്തിന് ഏറ്റവും അനുയോജ്യമായ ക്യാപ്ഷൻ ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും: സ്വപ്നങ്ങൾ വിൽക്കാനുണ്ട്. മോഹൻലാൽ, ശങ്കർ, പൂർണിമ ഇവരുടെ ശ്രദ്ധിക്കപ്പെട്ട ആദ്യ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. മലയാള സിനിമയിൽ 3 പൂവുകൾ വിരിഞ്ഞു വന്ന വർഷം 1975. സമാനമായ രീതിയിൽ കമൽഹാസൻ, രജനീകാന്ത്, ശ്രീവിദ്യ എന്നിവർ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം പുറത്തിറങ്ങി. അപൂർവ രാഗങ്ങൾ. എത്ര കൃത്യമായ പേരാണത്! എന്നാൽ മോഹൻലാലിൻ്റെ ആദ്യത്തെ ചിത്രമാകട്ടെ തിരനോട്ടമാണ്. കഥകളിയിലേക്ക് കഥാപാത്രങ്ങൾ വന്നു തുടങ്ങുന്ന ആദ്യത്തെ ചടങ്ങാണ് തിരനോട്ടം. അതിൻ്റെ മറ്റൊരു പതിപ്പെന്ന പോലെ പ്രായപൂർത്തിയായതിനു ശേഷം കമൽഹാസൻ ആദ്യം അഭിനയിച്ച ചിത്രത്തിൻ്റെ പേര് അരങ്ങേറ്റം എന്നാണ്. ഒരു നർത്തകൻ ആദ്യമായി വേദിയിൽ നൃത്തം അവതരിപ്പിക്കുന്ന ചടങ്ങാണ് അരങ്ങേറ്റം. മോഹൻലാലിൻ്റെ തിരനോട്ടം എന്ന വാക്കിന് തുടക്കം എന്നും ഒരർത്ഥമുണ്ട്. ഒരുപക്ഷെ അതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ, അതായത് മോഹൻലാലിൻ്റെ മകളുടെ ആദ്യ ചിത്രത്തിന് തുടക്കം എന്ന പേരാണ് കൊടുത്തത്. ഗാനഗന്ധർവൻ യേശുദാസ് സിനിമാ സംഗീത ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് കാൽപ്പാടുകൾ എന്ന സിനിമയിലൂടെയാണ്. അങ്ങനെയെങ്കിൽ വിശ്വപ്രസിദ്ധ ഗായിക ലതാ മങ്കേഷ്കറിൻ്റെ ചിത്രം ഏതെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കി. ഒട്ടും നിരാശപ്പെടുത്തിയില്ല. ഇതിഹാസമായിരുന്നു ആ അനുഗ്രഹീത ഗായികയുടെ ആദ്യ ചിത്രം. പൂക്കാലം വരവായി എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിൻ്റെ പൂക്കാലമായിരുന്ന കാവ്യമാധവൻ്റെ വരവ്. ഒരു സിനിമാ താരമാകണമെന്ന സ്വപ്നം ഹൃദയത്തിലുണ്ടായിരുന്നിട്ടും സാഹചര്യവശാൽ നേവി ഉദ്യോഗസ്ഥനായ ജയൻ തൻ്റെ ഉദ്യോഗം വിരമിച്ചതിന് ശേഷം മലയാള സിനിമയിലേക്ക് വന്ന ആദ്യ സിനിമ ശാപമോക്ഷം. ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറായിരുന്ന സാക്ഷാൽ പ്രേംനസീറിനേക്കാൾ പ്രതിഫലം വാങ്ങിയ, സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ആ സിനിമ മടുത്ത് കുടുംബജീവിതത്തിലേക്ക് തിരിഞ്ഞ ഷീലാമ്മയുടെ ആദ്യത്തെ ചിത്രം ഭാഗ്യജാതകം. നിഷ്കളങ്കയായ കൗമാരിക്കാരിയായി സിനിമയിൽ വന്ന് എല്ലാവർക്കും പ്രിയങ്കരിയായി പിന്നെ ഒരപകടത്തിലൂടെ എല്ലാവരുടെയും മനസ്സിനെ മുറിപ്പെടുത്തി യാത്രയായ മോനിഷയുടെ ആദ്യ ചിത്രം നഖക്ഷതങ്ങൾ, അഥവാ നഖം കൊണ്ടുണ്ടാക്കിയ മുറിവുകൾ. ഭ ഭ ബ എന്ന സിനിമയിൽ പറയുന്നത് പോലെ ഇതുവരെ പറഞ്ഞതൊന്നും ഒന്നുമല്ല, ഇനി വരാൻ പോകുന്നതാണ് ഇവൻ്റെയൊക്കെ ഉസ്താദ്, സാക്ഷാൽ ദിലീപ്. മറ്റുള്ളവരുടെ ആദ്യ സിനിമകൾ മാത്രമാണ് അറം പറ്റിയതെങ്കിൽ ദിലീപിന് മുഴുവൻ സിനിമയും അറം പറ്റിയതാണ്. ഓരോ സിനിമയും അയാളുടെ ജാതകം പോലെയാണ്. സഹസംവിധായകനും മിമിക്രിക്കാരനുമൊക്കെ ആയിരിക്കെ നടനാകാൻ മോഹവും, എന്നാൽ ആ മോഹത്തിനൊപ്പം ആത്മവിശ്വാസവുമില്ലാതെ അഭിനയിച്ച ആദ്യത്തെ ചിത്രമാണ് എന്നോടിഷ്ടം കൂടാമോ. 1992 പുറത്തിറങ്ങിയ സുദിനത്തിലാണ് ഭേദപ്പെട്ട ഒരു വേഷം ദിലീപിന് കിട്ടുന്നത്. അതോടുകൂടി ദിലീപിൻ്റെ സുദിനവും തുടങ്ങി. 1994 മാനത്തെ കൊട്ടാരം എന്ന സിനിമയോടെ ആ മോഹങ്ങൾ മനത്തോളം വളർന്നു. കാരണം ആ സിനിമയിൽ ദിലീപായിരുന്നു നായകൻ. ആ ഒരു പേര് പോപ്പുലറായതും അതേ സിനിമയോടുകൂടിയാണ്. 1996 മഞ്ജുവിനൊപ്പമുള്ള സല്ലാപം സിനിമയിൽ തുടങ്ങിയ മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും സല്ലാപം വർണ്ണപ്പകിട്ടും കുടമാറ്റവും മന്ത്രമോതിരവും അനുരാഗ കൊട്ടാരവും കടന്ന് മന്ത്രിമാളികയിൽ മനസ്സമ്മതത്തിലെത്തി ഏറ്റവും ഒടുവിൽ 1998 മീനത്തിൽ താലികെട്ടിൽ അവസാനിച്ചു. അതേ വർഷമാണ് ദിലീപും മഞ്ജുവും വിവാഹിതരാകുന്നത്. 1999 കാവ്യമാധവനോടൊപ്പം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ അഭിനയിച്ചു. കാവ്യമാധവൻ്റെ ആദ്യ നായികാ ചിത്രം. കവിതകളിൽ ചന്ദ്രൻ കാമുകൻ്റെയും ജാരൻ്റെയും ഒക്കെ പ്രതീകമാണ്. അവരുടെ ജീവിതത്തിൽ അതങ്ങനെയാണോ അല്ലയോ എന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷേ അത്തരം ആരോപണങ്ങളും അവർ നേരിട്ടു. പിന്നെയും പ്രണയനിലാവ്, വർണ്ണക്കാഴ്ചകൾ, ഡാർലിംഗ് ഡാർലിംഗ്, ഒടുവിൽ മീശമാധവൻ. ഇതിൽ 1999 വർണ്ണക്കാഴ്ചകളിൽ അഭിനയിക്കുമ്പോഴാണ് ദിലീപിൻ്റെ ആദ്യത്തെ കുഞ്ഞ് മീനാക്ഷി പിറക്കുന്നത്. ആ സിനിമയിൽ ദിലീപിൻ്റെ പേരും കുഞ്ഞ് എന്ന് തന്നെ.
മലയാളികളുടെ ഒരു കാലത്തെ ഇഷ്ടജോഡികളായിരുന്നു ദിലീപും കാവ്യമാധവനും. വിവാഹത്തോടെ കാവ്യമാധവൻ അഭിനയം നിർത്തി. വിവാഹമോചനത്തിന് ശേഷം കാവ്യ പിന്നെയും അഭിനയിച്ച ചിത്രം ദിലീപിനെയും കാവ്യയെയും നായികാനായകന്മാരാക്കി അടൂർ ഗോപാലകൃഷ്ണൻ ഒരുക്കിയ പിന്നെയും എന്ന സിനിമയിലാണ്. 2016 റിലീസ് ചെയ്ത വെൽക്കം ടു സെൻട്രൽ ജയിൽ ദിലീപിനെ ശരിക്കും ജയിലിലെത്തിച്ചു. പിന്നെ ജോർജേട്ടൻ്റെ പൂരമായിരുന്നു രാമലീല, ആന അലറലോടലറൽ സവാരി. 2018 കോടതി കയറിയിറങ്ങുമ്പോൾ കോടതി സമക്ഷം ബാലൻ വക്കീൽ. ഒടുവിൽ ശുഭരാത്രി. കാൽപ്പാടുകളിൽ പാടിത്തുടങ്ങിയ ശ്രീ യേശുദാസ് ഇടയ്ക്ക് സിനിമാ സംഗീത ലോകത്ത് നിന്ന് ഒരു ഇടവേളയെടുത്തു പോയി. സിനിമയ്ക്ക് വേണ്ടി തനിക്കിനി പാടാനേ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തെ നിർബന്ധിച്ചും ആത്മവിശ്വാസം കൊടുത്തും രവീന്ദ്രൻ പിന്നെയും സിനിമയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 2ാം വട്ടം ശ്രീ യേശുദാസ് പാടി തുടങ്ങിയ ആദ്യത്തെ പാട്ട് ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി എന്ന ഗാനമാണ്. മലയാള സിനിമാ സംഗീത ശാഖ പ്രമദവനവും യേശുദാസിൻ്റെ ആലാപനം ഋതുരാഗവുമായി വീണ്ടും മാറി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നും. എന്നാൽ കൂടുതൽ പേർക്കും ശരിയാണല്ലോ എന്നും തോന്നും. ഒരു കൗതുകകരമായ വിശകലനത്തിന് അപ്പുറം ഈ വീഡിയോയിൽ ഒന്നും തന്നെ ഉദ്ദേശിക്കുന്നില്ല. ഈ വീഡിയോ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.